ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞതായി ഖുർആനിലെ ആയത്ത് അറിയിച്ചിരുന്നു. വകാനല്ലാഹു ലിയുളിഅ ഈമാനക്കും സൂറത്തുൽ ബഖറയിലെ 144 നമ്പർ ആയത്താണെന്ന് എൻ്റെ ഓർമ്മ. വകാനല്ലാഹു ലിയുളിഅ ഈമാനക്കും, നിങ്ങളുടെ ഈമാൻ അള്ളാഹു പാഴാക്കി കളയുകയില്ല. നിസ്കാരത്തിന് ഈമാൻ എന്നാണ് അള്ളാഹു പറയുന്നത്. ആ നിസ്കാരം ഒഴിവാക്കിയ പിന്നെ ഈമാൻ ഇല്ല എന്നർത്ഥം. എന്താണ് ഈ ആയത്തിന്റെ പശ്ചാത്തലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട് ആ സമയത്ത് ഖിബില പരിശുദ്ധമായിട്ടുള്ള കഅബയായി. പിന്നെ മദീനയിലേക്ക് ഹിജ്റ വന്ന് 17 മാസത്തോളം ഖിബില ബൈത്തുൽ മഖ്ദിസായിരുന്നു. പിന്നെ 17 മാസത്തിന് ശേഷം ഖിബില കഅബനാക്കി. അങ്ങോട്ട് തിരിയ, അങ്ങോട്ട് തിരിയ, അങ്ങോട്ട് തിരിയ, എങ്ങനായി 3 വട്ടം. അവ ചില ആളുകൾ വസ്വാസം ഉണ്ടാക്കാൻ തുടങ്ങി. എന്താ ഇങ്ങനെ ആണ്ടോണ്ടും തിരിഞ്ഞുകൊണ്ടിരിക്കണ ലഗൻ ഉണ്ടാവില്ല. കുറെ അങ്ങോട്ട് തിരിയ, കുറെ അങ്ങോട്ട് തിരിയ, പിന്നെ അങ്ങോട്ട് തിരിയ. അപ്പൊ ഈ മാറി തിരിഞ്ഞ് നിസ്കരിച്ചിരുന്ന ആളുകൾക്കിടയിൽ തന്നെ പഠിച്ചാനെ അപ്പൊ ആദ്യം നിസ്കരിച്ചൊക്കെ വെറുതായോ അങ്ങനെ തോന്നലുണ്ടാവും. അതാണ് അള്ളാഹു പറയുന്നത്, ഇല്ല നിങ്ങളെ ഈമാനൊന്നും നിങ്ങളെ നിസ്കാരമൊന്നും അള്ളാഹ് പാഴാക്കൂല. ഇനി എവിടേക്ക് തിരിഞ്ഞാലും അള്ളാഹ്ക്ക് എന്താ, അള്ളാഹ് കഅബത്തിനുള്ളിലുണ്ടോ? കഅബത്തിനുള്ളിൽ അള്ളാഹ് ഉള്ളതുകൊണ്ടാണോ അങ്ങോട്ട് തിരിയണത്? അല്ലല്ലോ. എല്ലാരും കൂടി ഒരേ കേന്ദ്രത്തിലേക്ക് തിരിയാന്നുള്ളത് ഏകാഗ്രതക്ക് കാരണമാണ്, ഐക്യത്തിന് കാരണമാണ്. എല്ലാരും തിരിയുന്ന ഒരേ സ്ഥലം, എല്ലാരും പഠിച്ചത് ഒരേ മുസാഫ്, എല്ലാവരുടെയും റസൂല് ഒന്ന്, ഇങ്ങനെ നമ്മളെല്ലാരും ഒന്ന് എന്നുള്ളൊരു ഐക്യത്തിന് കാരണല്ലേ ആർക്കാ തിരിയത്തല്ല. അപ്പൊ കഅബത്തിനുള്ളിൽ പഠിച്ചോണ്ട് മറ്റോടത്തൊന്നും അള്ളാഹു താല അറിയില്ല, അള്ളാഹു ഉജൂദല്ല, അങ്ങനൊന്നും പറയാൻ പാടില്ലല്ലോ. അള്ളാഹ്ക്ക് എല്ലാം സമാണ്, എവിടേക്ക് തിരിഞ്ഞാലും അള്ളാഹ്ക്ക് സമാണ്. കഅബത്തിന് അവിടെ കുറച്ചും കൂടി അള്ളാഹ്ക്ക് ശ്രദ്ധ ഉണ്ട്, അങ്ങനല്ലേ. കഅബ കുറച്ചും കൂടി അള്ളാഹ്ക്ക് പിടിച്ചാൽ കിട്ടുന്ന സ്ഥലമാണ്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആണ്ടിരിഞ്ഞോളി, അങ്ങനെയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എങ്ങോട്ട് ഇരിഞ്ഞാലും അതൊന്നും പാഴാവൂല, പേടിക്കണ്ട. നേരത്തെ നിസ്കരിച്ചൊക്കെ എന്താന്നുള്ള അന്താളിപ്പൊന്നും വേണ്ട, അള്ളാഹു ഒന്നും പാഴാക്കൂല. ഇനി ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, 3 വട്ടം ഖിബില ആണ്ടുകൊണ്ട് മാറ്റി. ആദ്യം കഅബ, പിന്നെ ബൈത്തുൽ മഖ്ദിസ്, പിന്നെ കഅബ. ഇവിടെ അള്ളാഹു താല പറഞ്ഞൊരു സംഗതിയുണ്ട്. ഇത് എന്തിനാണ് അള്ളാഹ് പറയണത്? ഖുർആനിലെ സൂറത്തുൽ ബഖറ 144 നമ്പർ ആയത്ത്. എനിക്കറിയാം ആയത്ത്, അറിയോ? മാ ജഅൽനൽ ഖിബലത്തല്ലതി കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖബൈഹി. സൂറത്തുൽ ബഖറ 144 നമ്പർ ആയത്താണ്. അള്ളാഹു പറയണം, ഞാൻ ഈ ഖിബല എങ്ങനെ ആണോട് മാറ്റണം എന്തിനാ അറിയ നബിയെ? ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂൽ. ഇതാണ് ഞാൻ എന്റെ പ്രസംഗത്തിൽ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചുകൊണ്ട് വിശ്വാസികളുടെ ഖിബല എന്ന് പറയാറുണ്ട്. അതിന് എനിക്ക് ആധാരം ഈ ആയത്താണ്. ഖൽബിന്റെ ഖിബല എന്നാ ഞാൻ പറയുന്നത്, അതിന് ആധാരം ഈ ആയത്താണ്. ഞാൻ അള്ളാഹു പറയണം, നമ്മളിങ്ങനെ ഖിബല മാറ്റുന്നില്ല, എന്തിനു വേണ്ടിയല്ലാതെ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂൽ. നിങ്ങൾ തിരിനോടത്തേക്ക് തിരിണത് ആരാ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാറ്റല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും കഅബയിലേക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും തിരിയൽ ബൈത്തുൽ മുഖദ്ദിസിലേക്കാണ്. ഇനി കഅബയിലേക്കല്ല, നബി വേറെ എവിടെയെങ്കിലും തിരിഞ്ഞാൽ നമ്മളെ ഖിബല അതാണ്. അപ്പൊ സത്യത്തിൽ ഇവിടെ ഖിബല ഏതാ? മുഹമ്മദ് റസൂലുള്ളാഹ്. തങ്ങൾ ഇരുന്നോടത്തേക്ക് തിരിയുന്നത്. മാ ജഅൽനൽ ഖിബലത്തല്ലതി കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂൽ. റസൂലാകുന്ന മുഹമ്മദ് മുസ്തഫാനെ ഇത്തിബാ ചെയ്യാൻ നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് എന്ന് പരിശോധിക്കാനാണ് നമ്മൾ ഈ ഏർപ്പാടൊക്കെ ചെയ്യുന്നത്. അല്ലാ ചിലർക്കായിരിക്കും ആ കഅബത്തിലേക്ക് തിരിഞ്ഞ് സ്കരിച്ച് അങ്ങനെ മതി, ഇനിയിപ്പോ അതിന്റെ അടുക്കൊന്ന് ബൈത്തുൽ മുഖദ്ദിസിലേക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ആരെങ്കിലും നിൽക്കണി പോണേക്ക് പോട്ടോലേന്ന്. നമ്മക്ക് നമ്മളാള് തിരുവോണത്തേക്ക് തിരുന്ന ആൾക്കാരെ മതി എന്നൊരു പരിശോധനയാണ് ഞാൻ നടത്തിയത് എന്ന് ഖുർആനിൽ തന്നെ അള്ളാഹു പറയും.
അപ്പൊ സത്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രവും ആശാകേന്ദ്രവും അവലംബവും അത്താണിയും തിബിലയും നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ളതും നമുക്ക് അനുധാവനം ചെയ്യാനുള്ളതും നമ്മുടെ അധ്യാപകനും നമ്മുടെ എല്ലാം നമുക്ക് അള്ളാനെ പറഞ്ഞു തന്നതും ആഖിറം പറഞ്ഞു തന്നതും സ്വർഗം പറഞ്ഞു തന്നതും നരകം പറഞ്ഞു തന്നു ഇതൊന്നും ഗവേഷണം ചെയ്തെടുക്കാനുള്ളതല്ല. അതെല്ലാം മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുഹമ്മദ് നബിയുടെ ചരിത്രം പഠിച്ചിട്ട് റസൂലുള്ളാഹിനെ അംഗീകരിക്കണവരെ അംഗീകരിച്ചാൽ മതി. 6-ാം വയസ്സിൽ വിവാഹം കഴിച്ചു ആയിഷ ഉമ്മയെ, 9-ാം വയസ്സിൽ മണിയറ കൂടി എന്ന മുഹമ്മദ് നബിയെ അംഗീകരിക്കണവരെ അംഗീകരിച്ചാൽ മതി. അല്ലാത്തവരെ എതിർത്തോട്ടെ, നമുക്ക് എന്തത്ര വേദന. എന്നിട്ട് അതിന് ചില ആൾക്കാർ ഗവേഷണം ചെയ്തിട്ട് 19 ഓരോ 1 വിട്ടുപോയതാണ്. എന്തൊരു വിഡിത്തായി പറഞ്ഞേ. അറബി കിതാബിൽ ഇംഗ്ലീഷിൽ എഴുതല 19 എഴുതുകയാണെങ്കിൽ അഷ്റാന്നല്ല എഴുതാ. അവിടെ ഏതാപ്പോ 1 വിടുന്നത്, അഷ്റാന്ന് വിടുക. പറയുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട്. അറബി കിതാബിൽ 19 19 എഴുതല് 1 വിടണമെങ്കിൽ. ഇതെന്താ മലയാള പുസ്തകം? അത് സഹീഹ് ബുഖാരിയിൽ 19 എഴുതിയിട്ട് എന്നിട്ട് അതിൽ 1 വിടുക. വിഡിത്തം പറഞ്ഞതിനൊരു പരിധിയൊക്കെ വേണ്ട. ലോകം മൊത്തം കൊണ്ടാടുക ശിശു വിവാഹം. 100 കൊല്ലത്തിനടക്ക് ഇതിനെ കുറിച്ച് ഒരു വിവാദ ലോകത്ത് എവിടെയില്ല. അപ്പൊ എക്സ് മുസ്ലിമിന് കുറച്ച് ആൾക്കാർ കളിയാക്കി വെച്ചിട്ട് ഓരോരുത്തരും മൂലക്ക് വെച്ചിട്ട് ഗവേഷണം ചെയ്യുക. ഇനിയിപ്പോ അതും ശരിയാക്കാൻ എന്താ ചെയ്യുക? അതെന്നാ ഇതിം ഒതുങ്ങോ? എന്തെല്ലാം പരിഹാസം ഉണ്ട് അവിടെ ഒക്കെ. ഇനി ശരിയാക്കല ചെരുപ്പിനൊത്തിട്ട് കാലുവർക്ക്. ലോകത്തെ എല്ലായിടത്തും നടത്തിയ സംഗതിയാണ് ചെറിയ കുട്ടികളെ വിവാഹം കഴിക്കുന്നത്. ഉമർ ഖത്താബ് 4 വയസ്സായ കുട്ടിനെ വിവാഹം കഴിച്ചില്ലേ? അപ്പൊ എന്താ മോഷത്തര? ഇമാം ബുഖാരിയെ ശരിയാക്കാൻ വേണ്ടി റസൂലുള്ളാഹിനെ താഴ്ത്തിയത്. അപ്പൊ ഇമാം ബുഖാരി എഴുതി വെച്ച റസൂലുള്ളാഹിനെ താഴ്ത്താനാ? എന്തൊരു പ്രയോഗമാണ് അതൊക്കെ. ഇമാം ബുഖാരിയെ ശരിയാക്കാൻ വേണ്ടി റസൂലുള്ളാഹിനെ താഴ്ത്തിയെന്ന് പറഞ്ഞ സുഹൃത്തെ, ഇമാം ബുഖാരി എഴുതി വെച്ച റസൂലുള്ളാഹിനെ താഴ്ത്താനാണോ? വിഡ്ഢിത്തം പറയാ, ഒരു പരിധിയില്ല. മാത്രല്ല ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്നല്ലേ. അപ്പൊ ചെറിയ കുട്ടികളെ വിവാഹം കഴിച്ചാൽ ഓൽക്കും മാതൃകയാകണ്ടേ മുഹമ്മദ് മുസ്തഫ? അതിന് എല്ലാ പ്രായത്തിലുള്ള ആളുകൾ റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ വേണ്ടേ? അല്ലെങ്കിൽ ഈ 100 കൊല്ലത്തിനടക്ക് മാത്രല്ല ഇപ്പൊ ഈ വിഷയത്തിൽ വ്യത്യാസം വന്നിട്ടുള്ളൂ. അതുവരെ ഇത്രയും കാലം ലോകത്ത് മതജാതി ഭേദമന്യേ എല്ലാവരും കഴിച്ചിരുന്നല്ലേ ചെറിയ കുട്ടികളെ വിവാഹം കഴിക്കല്. അതിന് മാതൃക വേണ്ട ഒരാള്. അതിന് മാതൃകയല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി? അപ്പൊ അവിടെ 9 എന്നുള്ളത് 20 ആക്കിയാല് പിന്നെ എവിടെ നിന്ന് മാതൃക? അതാണ് നമ്മൾ ഒരു ഗവേഷണത്തിൽ നിൽക്കണ്ട. അതൊക്കെ മഹാന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ ഒതുങ്ങി നിന്നാലും പഴക്കൂല, അല്ലെങ്കിൽ താളം തെറ്റും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നിങ്ങളെ ഈമാനൊന്നും അള്ളാഹു താല വാഴാക്കി കളയില്ല. ഒരാളുടെയും പ്രവർത്തനങ്ങൾ, നിസ്കാരങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാഹു താല വാഴാക്കി. ഞാനത് പറഞ്ഞ് പടച്ചപ്പോ നിങ്ങളെല്ലാരും എന്ത് ഇയാളെങ്ങനെ ദേഷ്യം പിടിക്കണം എന്നുള്ള നിങ്ങളിരിക്കണേ. ഇത് നിങ്ങളോടല്ല, ഒരു പുതിയ വിവാദം നടക്കണ്ട, അതുകൊണ്ട് ഒരു വെടിവെച്ചതാണ്. നിങ്ങളെ പുറത്തുനിന്ന് കുറെ ആൾക്കാർ കേൾക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് കൗസ്മാർ കളിയ. ഇന്നലെ എവിടെ ഇരുന്ന് പരിപാടി എന്നൊക്കെ നിങ്ങൾ നോക്കുന്നത്? ഇന്നലെ പരിപാടി ആലപ്പുഴയില. നിങ്ങള് ഇവിടുന്ന് 200 ചില്ലാൻ കിലോമീറ്റർ ഉണ്ട് സുബീക്കോടെത്തി. എന്ത് വാശി നമ്മൾ പിടിച്ചാൽ അറിയോ? ഇന്നലെ നോക്കുമ്പോ റിട്ടേൺ ടിക്കറ്റ് ട്രെയിന് കിട്ടിയിട്ടില്ല. അങ്ങോട്ട് പോകാനാണ് ടിക്കറ്റ് ഉള്ളത്. അപ്പൊ ഓലെ പറഞ്ഞ് സാധാ പൊരുത്തപ്പെടണോ, റിട്ടേൺ ടിക്കറ്റ് കിട്ടിയില്ല, നിങ്ങളെ എങ്ങനെങ്കിലും എത്തിക്കുന്ന. ഞാൻ വരില്ലായിരുന്നു, നിങ്ങൾക്ക് സുബി ക്ലാസ് കൊടുക്കും വരില്ലായിരുന്നു, ഞാൻ വേറെ ആളെ അയച്ചുതരാം. 4 ആളുകൾ ഏറ്റു. അവരെ കാറേറ്റ് എന്നെ സുബിക്ക് ഇവിടെ എത്തിക്കാന്ന്. ആ ധൈര്യത്തിലാണ് അവിടുന്ന് പോയത്. എന്നിട്ട് എന്റെ വാള് കഴിഞ്ഞിട്ട് 200 ചില്ലാൻ കിലോമീറ്റർ കാർ എടുത്തിട്ട് ഇന്നിവിടെ ഗേറ്റിന്റെ ഇവിടെ കൊടുന്നാക്കി ഓല് മൂത്രമൊഴിച്ചിട്ട് പോയി. ഓൽക്ക് ലാഭം കിട്ടിയത് ഒന്ന് ബാത്റൂമിൽ കയറാൻ പറ്റി, എനിക്ക് ഇവിടെ എത്താനും പറ്റി. അങ്ങനെ നമ്മളെ ഈ ക്ലാസ് നോക്കണം. നിങ്ങൾക്ക് ഇവിടെ പരിന്ന് കണ്ട് കിടന്നാൽ മതി. ഇലയപ്പോ എനിക്ക് ഇന്ന് നല്ല എളുപ്പാ. ആലപ്പുഴയിൽ ഒന്ന് കിടന്നുറങ്ങിയിട്ട് എനിക്ക് ഇന്ന് പരിപാടി മംഗലാപുരത്ത്. അവിടുന്ന് ട്രെയിൻ കയറിയാൽ നല്ല സുഖം, ഒരു പ്രശ്നമില്ല. എനിക്ക് ഇത്രയും കണ്ട് ഓടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അത് അറിയിക്കണം എന്താ വെച്ചാല്, ഈ ക്ലാസ്സിന് ഞാൻ കൊടുക്കുന്ന ആത്മാർത്ഥം ഞാൻ തന്നെയല്ലേ ഇപ്പൊ നിങ്ങളെ അറിയിക്കണ്ടേ, വേറെ ആരാ അറിയിക്കുക? അപ്പൊ അതുകൊണ്ട് അറിയിച്ചാണ്. അതുകൊണ്ടല്ലേ നമ്മളെ ക്ലാസ്സിൽ ഇത്ര വിജയായത്. ഇതിന്റെ ഒരു ആത്മാർത്ഥം കൊണ്ടും കൂടിയാണല്ലോ.
അല്ല ഇപ്പൊ ഈ തണുപ്പത്തുങ്ങൾ എല്ലാവരും കൂടി വരൂലല്ലോ. അള്ളാഹു തആല നിലനിർത്തി തരട്ടെ. ഇതിന്റെ പ്രകാശം അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. പിന്നെ കമ്മിറ്റിന് നല്ല സപ്പോർട്ടുണ്ട്. കാരണം എവിടെയാണെങ്കിലും എല്ലാവരും ഉണ്ടാവും, കമ്മിറ്റിക്കാരുണ്ടാവില്ല. ഇവിടെ കമ്മിറ്റിക്കാരുണ്ട്, നല്ലൊരു ആവേശമല്ലേ. പല സ്ഥലത്തും കമ്മിറ്റിയിൽ നിസ്കരിക്കാത്തവരുണ്ട് അല്ലേ, ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ നിസ്കരിക്കാത്തവരെ ഞാൻ അറിയില്ല. മാത്രമല്ല കൂടുതൽ ആളുകൾ പള്ളിയിൽ വരുന്നവരുമാണ്. നിസ്കരിക്കാത്ത അംഗങ്ങളെ കമ്മിറ്റിയിൽ വെച്ചിട്ട് നമുക്ക് എന്ത് കാര്യമുള്ളത്? പല സ്ഥലത്തും അങ്ങനെയാണ്. സെക്രട്ടറി നിസ്കരിക്കൂല, പ്രസിഡന്റ് പള്ളിയിൽ കയറൂല, പെരുന്നാക്ക് വരും. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. മാ കാനല്ലാഹു ലിയുളിയ ഈമാനക്കും, നിങ്ങളുടെ നിസ്കാരമൊന്നും അള്ളാഹു എങ്ങോട്ട് തിരിഞ്ഞാലും പാഴാക്കൂല. ഖുർആനാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ശത്രുക്കളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കേട്ടാൽ തെറ്റിദ്ധരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വിവാഹം കഴിച്ചാലും അതൊക്കെ അള്ളാന്റെ തീരുമാനമാണ്. ആയിഷാവിക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വാങ്ങുന്ന സമയത്ത് 18 വയസ്സാണ്. അതുകൊണ്ടല്ലേ ഇത്രയും ദീനിയായ കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് ഒഴുകിയത്. പിന്നെ 40 കൊല്ലം ജീവിച്ചു. അന്നെങ്ങാനും ഓർമ്മയില്ലായിരുന്നെങ്കിൽ, ഇപ്പൊ തന്നെ ചില ആളുകൾ പറയുന്നുണ്ട് ഹിശാമിന് ഉർവ റളിയല്ലാഹു അൻഹു ആണ് ഈ 19 വയസ്സ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി, അവർക്ക് പ്രായമായതുകൊണ്ട് ഓർമ്മക്കുറവ് വന്നെന്നാ ചില ആൾക്കാരെ കണ്ടുപിടുത്തം. സിയറു ആലാമിൽ നുബല എന്നുള്ള കിതാബുണ്ട്, ലോകപ്രസിദ്ധ ഗ്രന്ഥമാണ്. അതില് പറയുന്നുണ്ട് അവർക്ക് ഹദീസ് പറഞ്ഞിടത്ത് ഒരു ഓർമ്മക്കുറവ് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ ആയിഷാ ബീവിക്ക് അങ്ങനെ പ്രായം കൂടി ഓർമ്മക്കുറവാവൂലേ? അവ ഏറ്റവും നല്ല പവർ ഓർമ്മയുള്ള മെമ്മറി ഉള്ള ഒരാളാവണമെങ്കിൽ 18 വയസ്സിൽ തന്നെ പോകണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നല്ല യുവതിയായിട്ട് നിൽക്കണം, അപ്പോഴേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ, ഓർമ്മക്കുറവില്ലാതിരിക്കുള്ളൂ. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്താൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റണം. അതാണ് വിശ്വാസി, അതാണ് വിശ്വാസി. അല്ലാഹു തആല ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ വിശുദ്ധാക്കി തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അതിന്റെ ഒരു ഭാഗമാണിത്. നബി ആദ്യം കാബയിലേക്ക് തിരിഞ്ഞു, അപ്പൊ എല്ലാരും കൂടി ആണ്ട് തിരിഞ്ഞു. പിന്നെ 17 മാസം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു, അപ്പൊ എല്ലാരും കൂടി ആണ്ട് തിരിഞ്ഞു. പിന്നെ കുറെ കഴിഞ്ഞപ്പോ കാബത്തേക്ക് തിരിഞ്ഞു, അപ്പൊ എല്ലാരും കൂടി തിരിഞ്ഞു. വേറെ എടുക്ക. അതിനിടക്ക് നിസ്കാരത്തിന്റെ ഇടയിലും തിരിഞ്ഞു കുറച്ചാൾക്ക്. ഈ ഇങ്ങോട്ട് കാബയിലേക്ക് തിരിഞ്ഞ് നിസ്കാരത്തിൽ പങ്കെടുത്തൊരു സഹാബി പള്ളിയിൽ കയറി വെക്കുമ്പോ അവിടെ എല്ലാരും കൂടി മസ്ജിദ് നബവിയില് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാം. അപ്പൊ ഇയാളെ കയറി പറഞ്ഞു, കൂട്ടരെ ഞാൻ മുത്തനബിന്റെ കൂടെ നിസ്കരിച്ചിട്ടാ വരണേ, ബൈത്തുൽ മുഖദ്ദസ് ഖിബല മാറ്റിയിട്ട് ഇപ്പൊ കഅബാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അവര് 2ാമത്തെ റക്അത്തേക്ക് എല്ലാരും കൂടി കിട്ടിയിരുന്നു. അപ്പൊ ഇവർക്ക് വന്നി രണ്ടും ഖിബല കണ്ടുകൊണ്ട് മാറിയല്ലോ. അല്ലാഹു പറഞ്ഞു മാ കാനല്ലാഹു ലിയുളിയ ഈമാനക്കും, പേടിക്കണ്ട, എടുത്ത പണി അല്ലാഹു വെറുതാക്കൂല. ഇത്ര സ്ഥാനാണ് ശരീഅത്തിൽ ഈമാനിൽ മുഹമ്മദുർ റസൂലുള്ളാഹ്. മറ്റൊരഭിപ്രായത്തില് ഒരു സഹോദരിയുടെ മസ്ജിദുൽ ഖുബന്റെ അകത്തുള്ള സഹോദരിയുടെ രോഗം അറിയാൻ വേണ്ടി സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോഴാണ് നിസ്കാരത്തിന് സമയപ്പോ അവിടെ പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിന്റെ അടിയിലാണ് ഈ ആയത്ത് വന്നത്, ഖിബല മാറ്റിയിട്ടുള്ള ആയത്ത് വന്നത്. ഫവല്ലി വജ്ഹക ശത്റുൽ മസ്ജിദിൽ ഹറാം എന്നുള്ള ആയത്ത് വന്നത്. അപ്പൊ നിസ്കാരത്തിന്റെ ഇടയിൽ കൂടി മുത്തനബി കണ്ടിരുന്നു. അപ്പൊ ഞാനിവിടെ നിസ്കരിക്കുമ്പോ അടിയിൽ കൂടി ഒന്നാണ് തിരിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളാല്? ഞാൻ ഇപ്പൊ നിസ്കരിക്കണ്ട, ഏശ നിസ്കരിക്കുമ്പോ 2ാമത്തെ റക്അത്തിൽ ഒറ്റ തിരിയലും കിട്ട്. നിങ്ങളെന്താ പറയാ? നിസ്കാരം മുഴുവനാക്കണിടയിൽ നിങ്ങൾ സെക്രട്ടറിന് പ്രസംഗം എന്താ അറിയും? എന്നിട്ട് പറയും നേരെ പരയിൽ കൂടെ ഉണ്ട്, ആദ്യം വേറെ എവിടെയും കൊണ്ടുപോയിട്ട് കൊണ്ടുപോകാൻ പറയും. സഹാബാക്കൾ തിരിഞ്ഞ പാടെ എല്ലാരും കൂടിയാണ് തിരിഞ്ഞു. ഇതെന്താ ഇപ്പൊ മുത്തനബിക്ക് ഓർമ്മപ്പഴം വന്നോ? അങ്ങനെ ഒരാളും ചിന്തിച്ചില്ല, ഒരാളും അങ്ങനെ ചിന്തിച്ചില്ല. മുത്തനബി തിരിഞ്ഞപ്പോ എല്ലാരും കൂടി അങ്ങനെ തിരിഞ്ഞു. അതിന്റെ പേരെന്നെ മസ്ജിദുൽ ഖിബലത്തൈനി. നിങ്ങളെല്ലാരും പോയിട്ടില്ലേ അവിടെ? പോയിട്ട് മസ്ജിദുൽ ഖിബലത്തൈൻ പോയിട്ടില്ലേ? പോയിട്ടില്ലേ? ആ, ഒറ്റ നിസ്കാരത്തിൽ 2 ഖിബല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കാര്യമാണ് ഇന്നത്തെ ഹദീസിൽ വളരെ പ്രധാനമായി ഉരുത്തിരിഞ്ഞു വന്നത്. ഒന്ന്, നിസ്കാരം തന്നെ ഈമാനാന്ന് പറഞ്ഞു. അപ്പൊ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഈമാൻ ഇല്ലാന്നായി.
രണ്ട്, ഇസ്ലാമിന്റെ ബേസ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് 2 പോയിന്റിൽ ഉറച്ചു നിന്നിട്ടില്ലെങ്കിൽ ഈമാൻ തെറിച്ചു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇന്ന് നമ്മളെ അബൂബക്കർഖാന്റെ നാട്ടിലുള്ള മുഅദ്ദിന് മുസ്തഫലിയറിലെ മുസ്തഫലിയർ ഇന്നലെ പെട്ടെന്ന് മരിച്ചു എന്നാണ്. അയാൾ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു കുറ്റിയടിക്കലിനുണ്ടായിരുന്നു. കുറ്റിയടിച്ചു പോയി അസ്രായേൽ കൊണ്ടുപോയി. കാര്യമായിട്ട് സൊക്കടൊന്നുമില്ലല്ലേ? ഓ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ, പ്രകാശമായി കൊടുക്കട്ടെ, പ്രവിശാലായി കൊടുക്കട്ടെ. സിയാത്ത് വല്ലതുണ്ടെങ്കിൽ അല്ലാഹു ഹസനാത്താക്കി തബ്ദീൽ ചെയ്തു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത്. അല്ലാഹുവേ പറഞ്ഞോ കേട്ടോ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിസ്കാരം പാഴാകുന്ന ദുരന്തത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഏത് തിരക്കിലാണെങ്കിലും യാത്രയിലാണെങ്കിലും ഫർള് മിസ്സാകുന്ന അപകടത്തിൽപ്പെടുത്തല്ല അല്ലാഹ്. അള്ളാഹുവെ അന്ത്യം വരെ ജീവനും ബുദ്ധിയുണ്ടെങ്കിൽ ഫർളിൽ കാർക്കശ്യം പുലർത്തുന്നവരാക്കണേ അല്ലാഹ്. ഞങ്ങളെ തലമുറയും അങ്ങനെ വളർത്താൻ തൗഫീഖും താക്കത്തും ഈമാനും നൽകണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അറ്റാക്ക്, ക്യാൻസർ, കിഡ്നി വീക്ക്, സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങളെ കൊണ്ട് തളർത്തല്ലേ അല്ലാഹ്. പെടുന്നനെ മരിപ്പിക്കല്ലേ അല്ലാഹ്. അപകടം വരുത്തല്ലേ അല്ലാഹ്. അപകട മരണത്തിൽ നീ ഖലാ ചെയ്യല്ലേ അല്ലാഹ്. ഞങ്ങൾ എവിടെ മരിക്കുകയാണെങ്കിലും നല്ലത് ചിന്തിക്കുമ്പോൾ നല്ല റാഹത്തായി സന്മനസ്സോടെ സമാധാനത്തോടെ ഈമാനിക പവറോടുകൂടി ദിക്ർ ഉറക്ക പതറാതെ പറഞ്ഞ് സ്വർഗം കണ്ട് ചിരിച്ചു മരിപ്പിക്കണേ അല്ലാഹ്. സാസിലെ ആലിമീങ്ങൾ, മുത്താലിമീങ്ങൾ, കച്ചവടക്കാർ, യാത്രക്കാർ, ഈ മഹലിലുള്ളവർ, പുറത്തുനിന്ന് വന്നവരെല്ലാവരും ഉണ്ട്. ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. ഉദ്ദേശങ്ങൾ പൂർത്തിയായി കൊടുക്കണേ അല്ലാഹ്. കുടുംബ കലഹമുള്ളവർക്ക് നന്നായി കൊടുക്കണേ അല്ലാഹ്. സ്വസ്ഥത നൽകണേ അല്ലാഹ്. മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾ മാറ്റണേ അല്ലാഹ്. കടങ്ങൾ വീട്ടണേ അല്ലാഹ്. ക്ലേശങ്ങൾ അകറ്റണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن ماتوا منا لمن دفنوا حوالينا ولجميع المؤمنين والمؤمنات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا